1978 ഡിസംബർ 20 കൊൽക്കത്തയിൽ നിന്ന് ലക്നൌവിലേക്ക് 132 യാത്രക്കാരുമായി പറന്നുയർന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 410 ഹൈജാക്ക് ചെയ്യപ്പെട്ടു. വിമാനം റാഞ്ചിയ കുറ്റവാളികൾ പിടിക്കപ്പെട്ടു. പക്ഷേ പിന്നീട് അവർക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അവർ കോൺഗ്രസ് MLA-മാരായി. ഭീകരവാദികൾ രാഷ്ട്രീയ നേതാക്കളായി മാറിയ കഥയല്ല ഇത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തകർ ഭീകരപ്രവർത്തനം നടത്തിയതിന്റെ ചരിത്രമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു അസംബന്ധ നാടകമാണ് 1978 ഡിസംബർ 20 അരങ്ങേറിയത്. അതിലെ അഭിനേതാക്കളാകട്ടെ ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിൽ നിന്നുള്ള ഭോലോനാഥ് പാണ്ഡെയും ദേവേന്ദ്ര പാണ്ഡെയും. ദില്ലിയിലെ പാലം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ തയ്യാറെടുത്ത കൊൽക്കത്തയിൽ നിന്ന് ലക്നൌവിലേക്ക് വന്ന ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 410 എന്ന ബോയിംഗ് വിമാനത്തിനുള്ളിൽ നിന്നും ഇരുവരും ചാടി എഴുന്നേറ്റ് കോക്ക്പീറ്റിലേക്ക് ഇടിച്ചു കയറി. വിമാനത്തിനുള്ളിൽ ആ സമയത്ത് 130 യാത്രക്കാരുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന നാടകം കണ്ട് പകച്ചിരുന്നു പോയി യാത്രക്കാർ. എന്ത് ചെയ്യണമെന്നറിയാതെ, എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ വിറങ്ങലിച്ചു നിന്ന എയർലൈൻ ജീവനക്കാരോട് വിമാനം നേപ്പാളിലേക്ക് തിരിച്ചുവിടാൻ റാഞ്ചികൾ ആവശ്യപ്പെട്ടു. വിമാനത്തിൽ ഇന്ധനം കുറവാണ്, നേപ്പാളിലേക്ക് പോകാൻ സാധിക്കുക ഇല്ല എന്ന് പൈലറ്റുമാർ പറഞ്ഞു. എന്നാൽ ബംഗ്ലാദേശിലേക്ക് പോകണമെന്നായി വിമാനം രാജ്യങ്ങളുടെ ആവശ്യം. അതും നടക്കില്ലെന്നറിഞ്ഞപ്പോൾ വിമാനം ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഇറക്കാനായി ആവശ്യം. വാരണാസി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അവരുടെ ആവശ്യം ഭോലോനാഥ് പാണ്ഡെയും ദേവേന്ദ്ര പാണ്ഡെയും വിമാനത്തിനുള്ളിലെ റേഡിയോ വഴി പുറം ലോകത്തെ അറിയിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയിലിൽ അടയ്ക്കപ്പെട്ട ഇന്ദിരാഗാന്ധിയെ മോചിപ്പിക്കണം. സഞ്ജയ് ഗാന്ധിക്കെതിരായി ചുമത്തപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കണം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ജനതാ സർക്കാർ രാജിവെക്കണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. കളിത്തോക്കും ക്രിക്കറ്റ് ബോളും ഉപയോഗിച്ചായിരുന്നു അത്രയും സമയം ഇവർ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പിറ്റേന്ന് പുലർച്ചെ 1978 ഡിസംബർ 21 ഒരു യാത്രക്കാരൻ അവരെ പറ്റിച്ച് വിദഗ്ധമായി വിമാനത്തിന് പുറത്തേക്കിറങ്ങി. ആ സമയം കോൺഗ്രസ് തങ്ങൾക്ക് വിമാനം റാഞ്ചിയവരുമായി ബന്ധമില്ലെന്ന പ്രസ്താവനയും ഇറക്കി. പിന്നീട് മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഇരുവരും കീഴടങ്ങുകയും ചെയ്തു. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അധികാരത്തിലെത്തി. പിന്നാലെ ഭോലോനാഥ് പാണ്ഡെയും ദേവേന്ദ്ര പാണ്ഡെയും കുറ്റവിമുക്തരായി. പതുക്കെ വിമാന റാഞ്ചൽ കേസ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. സംഭവം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷം 1980 ഭോലോനാഥ് പാണ്ഡെയ്ക്കും ദേവേന്ദ്ര പാണ്ഡെയ്ക്കും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നൽകുകയും ചെയ്തു. അങ്ങനെ വിമാനം റാഞ്ചി രാജ്യത്തിന്റെ സുരക്ഷയെയും നിയമത്തെയും നോക്കുകുത്തിയാക്കിയവര് നിയമസഭയിലേക്ക് എത്തിയിടത്താണ് ഈ കഥ അവസാനിക്കുന്നത്.